എനിക്ക് ഇനി വീണ്ടും നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഒരു സർപ്രൈസ് മീരയ്ക്ക് തരണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം ഇതിനു മുമ്പ് സംസാരത്തിന്റെ ഇടയിൽ പറഞ്ഞു എനിക്കൊരാളെ കാണണം എന്ന് ആഗ്രഹമുണ്ട്, ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നോക്കാം, നമ്മുടെ ഭാഗത്തുനിന്നൊരു ശ്രമം നടത്തി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരാളെ, അത് മീരയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഇപ്പോഴത്തെ ഈ ജീവിതത്തിൽ മീരയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. കാണാമറിയത്തെ ഒരു സുഹൃത്ത് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരാളാണ്. ആരാണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് ഒരു കോള് ഞാൻ കണക്ട് ചെയ്യാം. അപ്പൊ ഒന്ന് സംസാരിച്ചു നോക്കൂ, അപ്പൊ മനസ്സിലാവും ആരാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആളെ ഒന്ന് വിളിക്കാം. യെസ്. ഹലോ 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 യാ, ആരാണെന്ന് മനസ്സിലായോ? മീരയ്ക്ക് മനസ്സിലായോ ആരാണെന്ന്? സൗണ്ട് കേട്ടിട്ട് ഇല്ല, മനസ്സിലായില്ല. മനസ്സിലായില്ല. വെയിറ്റ്. സുമിത്രയ്ക്ക് ഇതുവരെ എന്നെ മനസ്സിലായില്ലേ? എനിക്ക് എന്റെ വോയിസ് തന്നെ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ മനസ്സിലായി. Such a pleasure to talk to you, Devi. Such a pleasure. Me too. അറ്റ്ലീസ്റ്റ് ഈ വഴിയെങ്കിലും ഞാൻ നിങ്ങളോട് പരിചയപ്പെടുന്നുണ്ടല്ലോ, അപ്പൊ അതിന് താങ്ക് യു പറയണം. താങ്ക് യു അമൃത ദേവി, താങ്ക് യു ഫിസിക. സന്തോഷം. ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് വളരെ നന്ദി കേട്ടോ, താങ്ക് യു. ഞാൻ പിന്നെ പ്രോഗ്രാമിൽ പങ്കെടുത്ത സമയത്ത് ഈ വർക്കിനെ കുറിച്ച് ഞാനിവിടെ പറയുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു. ആണോ? ഓക്കെ. അപ്പൊ ഈ സുമിത്രയ്ക്ക് ഇപ്പൊ ഡബ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ചെയ്തോ, ഡബ് ചെയ്തോ? ഈവൻ ഒരു 15 മിനിറ്റ്സ് മുമ്പ് ചെയ്യായിരുന്നു. 50 മിനിറ്റ്സ് മുമ്പ് സുമിത്രയ്ക്ക് ഡബ് ചെയ്യായിരുന്നു. ദേവി, നിങ്ങൾ സൂപ്പർബായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇതുവരെ നിങ്ങളോട് പറയാനേ പറ്റില്ല, നിങ്ങളെ ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷെ നിങ്ങള് ഇതാട്ടോ ആള്. പക്ഷെ താങ്ക് യു സോ മച്ച് പറഞ്ഞതില്. യു ആർ ഡൂയിങ് എ ബ്യൂട്ടിഫുൾ ജോബ്. ഞാനത് വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കും വളരെ ഈസി ആയിട്ട് റെൻഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയലോഗ് റെൻഡറിങ് ആണ്. താങ്ക് യു മാ. നിങ്ങൾ ചെയ്യുന്നതാണ് എനിക്ക് ഇനിയും ഒരു പ്രോത്സാഹം, ഇനിയും ഒരു എൻകറേജ്മെന്റ് ആയിട്ട് മാറുന്നത് കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള നല്ല ആർട്ടിസ്റ്റുകൾക്ക് ശബ്ദം നൽകാൻ പറ്റുന്നതും നമ്മുടെ വലിയ ഭാഗ്യമാണ്. താങ്ക് യു മാ. ഭാഗ്യം ഈക്വൽ ആണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു മീരയോട്, അതായത് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് മീരയുടെ ഇപ്പോഴത്തെ ജീവിതത്തിലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു എലമെന്റ് ആണ് ദേവി ചേച്ചി. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ നമ്മൾ നിങ്ങളെ രണ്ടുപേരെ കൂട്ടിമുട്ടിച്ചിരിക്കുകയാണ്. ഇനി പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ നേരിട്ട് കാണാനുള്ള അവസരം നിങ്ങൾ തന്നെ ഒരുക്കുക. ഓക്കെ, ഞാൻ എല്ലാവരോടും എന്റെ സുമിത്രയ്ക്കും എന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഞാൻ എല്ലാവരോടും പറയണം, സുമിത്ര എന്ന് പറഞ്ഞാൽ 50% എന്റെ മുഖവാ, 50% ദേവിയുടെ വോയിസ് ആണ്. അങ്ങനെയല്ല, എന്തായാലും അത് ഡബ് ചെയ്യാൻ, ആ ക്യാരക്ടർ ഡബ് ചെയ്യാൻ കിട്ടിയതും എന്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ഞാൻ ചെയ്യുന്നതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതയുള്ള ഒരു കഥാപാത്രമാണ് ഞാൻ ഇപ്പൊ റീസെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ക്യാരക്ടർ അല്ല അത്. തൊട്ടപ്പുറത്തിരിക്കുന്ന സ്വാസികയുടെ ഒരു റേഞ്ചിലല്ലല്ലോ ഈ ക്യാരക്ടർ വരുന്നത്, വേറൊരു ഏജ് ഇതിലല്ലേ വരുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു ചാലഞ്ചാണ്. എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഈ ഒരു സെഗ്മെന്റിൽ പങ്കെടുത്തതിൽ. അപ്പൊ ദേവി ചേച്ചി കാണാം. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും. ബൈ.